ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ ബേബിക്ക് വേണ്ടി എന്തൊക്കെ മേടിച്ചെന്ന് കാണിക്കാനാണ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. വലിയ വലിയ സാധനങ്ങളൊന്നും മേടിച്ചില്ല, കുറച്ച് ആവശ്യത്തിലുള്ള സാധനങ്ങളെ മേടിച്ചുള്ളൂ. ബേബിന് വേണ്ടി മേടിച്ചത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്യുന്ന വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് പോയാലോ. വൈറ്റ്സ് ഉണ്ട്, 2 പാക്കറ്റ് കോംബോ ആയിരുന്നു. ഇത് പ്യൂർ വാട്ടർ വെറ്റ് വൈറ്റ്സ് ആണ്. അപ്പം ഇതാണ് ഞാൻ അതിനെ കുഞ്ഞിന് മേടിച്ചത്. പിന്നെ ഇത് ഞാൻ പകുതി സാധനങ്ങളും ഇതുപോലെ യൂട്യൂബിൽ വീഡിയോസ് കണ്ട് കുറേ തപ്പി ആണ് ഇതൊക്കെ മേടിച്ചു കൊടുത്തതും. കുഞ്ഞിന് വേണ്ടി വൈറ്റ് ബൂട്ടീസ് ആൻഡ് മിറ്റൻസ് മേടിച്ച്. നല്ല രസം, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഹാറ്റില്ല ഇതിന്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചതാണ്. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചാൽ അന്ന് ഓൺലൈനിൽ നിന്ന് മേടിച്ചത് കൊണ്ട് ഓഫ്ലൈനിൽ നിന്ന് മേടിച്ചിട്ടുമുണ്ട്. ഒരു ബ്ലാങ്കറ്റ് നല്ല സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഒരു ടെഡി ബേറിൻ്റെ ഒരു ബ്ലാങ്കറ്റ്, അത്യാവശ്യം നല്ല സോഫ്റ്റ് വാമ. നമുക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങനെ വാമായിട്ട് വെക്കണമെന്നല്ലേ പറയുന്നത്. അപ്പം അത്യാവശ്യം വാമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ക്യാപ്സ് ആൻഡ് ബുട്ടീസ് മേടിച്ചു. ക്യാപ്പും നല്ല ക്യൂട്ട് പ്രിൻ്റുള്ള ക്യാപ്സും മിറ്റൻസും ബൂട്ടീസും ഇങ്ങനെ സെറ്റായിട്ടുള്ളത് ഞാനൊരു 5 മേടിച്ചിട്ടുണ്ട്. കെട്ടുടുപ്പ്, നമ്മുടെ വൈറ്റ് കെട്ടുടുപ്പ്. ഇതും ഞങ്ങൾ പാക്കറ്റിലാക്കി വെച്ചപ്പോൾ ഇതും ഒരു 10 സംതിങ് മേടിച്ചിട്ടുണ്ട്. എത്ര ആവശ്യം വരുമെന്നൊന്നും അറിയില്ല. ഞാനൊരു 10 ക്വാണ്ടിറ്റിയാണ് മേടിച്ചേക്കുന്നത്. ഇങ്ങനെ ഡ്രൈ ഷീറ്റ് 2 ചെറുതും ഒരു വലിയതുമാണ് മേടിച്ചേക്കുന്നത്. മീഡിയവും ലാർജുമാണ് മേടിച്ചേക്കുന്നത്. നെയിൽ കട്ടർ ഞങ്ങൾക്ക് പിന്നെ ഒരു സോഫ്റ്റായിട്ടുള്ളൊരു കോമ്പും ബ്രഷും. ഇതിങ്ങനെ നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവർ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല സോഫ്റ്റാണ്. ഇതെല്ലാം കരിക്ക് വെച്ചേക്കാം കേട്ടോ. അതുപോലത്തെ ബെഡ് മേടിച്ചു. ഇതും കോമ്പോയ ബെഡ് മേടിച്ചു. 5 ഒരു സെറ്റാണ്. ഇതുപോലെ പ്രിൻ്റുള്ളത് ഇങ്ങനെ 5 ഉണ്ട്. നമുക്ക് കുഞ്ഞിനകത്തിലിങ്ങനെ തറയിലായാലും മേളിലായാലും ഒക്കെ എടുക്കാൻ അത്യാവശ്യം നല്ലതാണ്. നല്ല പ്രിൻ്റുകളാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ. ഇതാണ് കുട്ടിയിട്ടുള്ള ഇങ്ങനെ 5 ഒരു സെറ്റായിരുന്നത്. അതും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാല് ആദ്യം ഇങ്ങനെ ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇങ്ങനെ കുടിക്കാൻ പാടില്ല. അപ്പം ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, കഴിക്കാൻ പറ്റുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം പാല് കൊടുക്കേണ്ട ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്കിത് എടുക്കാനായിട്ട് ഒരെണ്ണം മേടിച്ചു. തുണിയായിട്ട് മേടിച്ചിരിക്കുന്നത് മസ്ലിൻ്റെ ബട്ടൺസ് ഉള്ള ഇങ്ങനത്തെ ഉടുപ്പാണ്. 5 ഒരു സെറ്റാണ്. നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ ഭയങ്കര നൈസായ തുണിയാണ്. മസ്ലിൻ്റെ ക്ലോത്ത്, നല്ല പ്രിൻ്റാണ്. പിന്നെ ഞാൻ റോംബേഴ്സാണ് മേടിച്ചിരിക്കുന്നത്. ഫുൾ സ്ലീവുള്ള റോംബേഴ്സ്, നല്ല പ്രിൻ്റാണ്. നല്ല ഫിഷൊക്കെ വന്ന് നല്ല ക്വാളിറ്റിയുള്ള റോംബേഴ്സാണ്. 3 ഒരു സെറ്റാണ് കോമ്പോ മേടിച്ചത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് ഇത് കാണാൻ, നല്ല രസമാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇത് കുഞ്ഞിന് ഹോം കമ്മിങ് ഔട്ട്ഫിറ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ കവർ ചെയ്തിട്ടല്ലേ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നല്ല നല്ല കട്ടിയും നല്ല ക്വാളിറ്റിയും ഉള്ള തുണി കേട്ടോ. അപ്പോൾ അത് 3 സെറ്റ്. ഇത് നല്ല പ്രിൻ്റുള്ള നല്ല രസമാണ്. ഇതും കോംബോയാണ്. ഇതും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു കളറാണ്, നല്ല രസമാണ് കാണാൻ. ഇതും നമുക്ക് വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇടാൻ നല്ലതാണ്. ഇവിടെ ഇതിൻ്റെ താഴെയാണ് ബട്ടൺസ് കണ്ടോ. മറ്റേത് ഫുൾ ബട്ടൺസാണ്, ഇത് താഴെ മാത്രമുള്ള ബട്ടൺസ്. പിന്നെ നമുക്ക് കഴുത്ത് കുഞ്ഞിന് കയറാൻ പാകത്തിനുള്ള രീതിയിലാണ്. ഇതും കോംബോയാണ്, നല്ല രസമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഞാൻ നോക്കിയെടുത്തതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട റബ്ബർ ഷീറ്റാണ്. ഇത് നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനും കുഞ്ഞിനെ ഇങ്ങനെ തറയിൽ നമ്മൾ കിടക്കുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. പിന്നെ കുഞ്ഞിന് നല്ലൊരു ബ്ലാങ്കറ്റ് മേടിച്ചിട്ടുണ്ട്. സോഫ്റ്റ് ബ്ലാങ്കറ്റാണ്, ഭയങ്കര കംഫർട്ട്. ഇതിൽ പൊതിഞ്ഞ് കിടക്കുന്ന നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇങ്ങനൊരു പല ഷെയ്ഡ് ഉണ്ടായിരുന്നു ഇതിന്, പല പല കളർ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ഒരു മൾട്ടി കളർ ആണ് എടുത്തത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കരിക്ക് ഉണക്കി വെച്ചൊക്കെ കേട്ടോ. അപ്പോൾ അത് ബ്ലാങ്കറ്റ് മേടിച്ചു. പിന്നെ ഇവിടെ ടേപ്പ് ഡൈപ്പർ പാമ്പേഴ്സിൻ്റെ 24 ഒരു പാക്കറ്റാണ്. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയില്ല, ഡോക്ടർ സമ്മതിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. വൈറ്റ്
ക്ലോത്ത് മേടിച്ചു. നമുക്ക് ഈ കെട്ടാനടി കുഞ്ഞിനെ കെട്ടത്തില്ലേ, ഡ്രൈപ്പറിന് പകരം നമ്മൾ വൈറ്റ് തുണി കെട്ടത്തില്ലേ, അപ്പോൾ അതുപോലെ മുണ്ടെടുത്തിട്ടുണ്ട്. നമ്മൾ മുണ്ടൊക്കെ എടുക്കുമല്ലോ, മുണ്ടെടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മളൊരു ഇച്ചിരി കട്ടിയുള്ള ഒരു വൈറ്റ് തുണി മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുറിച്ചത് ഒരു പീസ് ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. ബാക്കി സത്യം പറഞ്ഞാൽ മുറിച്ച് വെച്ചേക്കുവാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇപ്പം ഡേറ്റ് എടുക്കാനായി. അപ്പം അത്യാവശ്യം പാക്കിംഗ് ഒക്കെ ചെയ്യാൻ, ഹോസ്പിറ്റലിലേക്ക് പാക്ക് ചെയ്യാനായിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ വേറെ ഇടാം. അതുപോലത്തെ ബ്ലാങ്കറ്റ്, ഹുഡി ബ്ലാങ്കറ്റ്, എൻ്റെ കുഞ്ഞിനെ ടവല്, ഹുഡി ടവല് ഒക്കെ പറയുന്നുണ്ടല്ലോ, ഇതുപോലത്തെ ക്യാപ്പുള്ള. അപ്പം ഇത് നല്ല സോഫ്റ്റാണ്. പക്ഷേ ഒത്തിരി ഭയങ്കര സോഫ്റ്റും അല്ല, ഒത്തിരി ഹാർഡും അല്ലാത്ത പോലത്തെ ഒരു ഇതാണ്. ഇവിടെ ഒരു ടെഡി ബിയർ ഒക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഇതാണ്. ബാക്കി മൊത്തം പ്രിൻ്റാണ്. ഇങ്ങനെ ആനിമൽസ് വരുന്ന പ്രിൻ്റുള്ള ഒരു സെറ്റ്. അതുപോലത്തെ തന്നെ ഒരു സെറ്റാണിത്. ഇത് അതിലും ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ്. ഭയങ്കര സോഫ്റ്റാണ്. മറ്റേത് ഇച്ചിരി കൂടെ ഹാർഡ്, ഇത് ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ഇത് ജനിക്കുന്ന സമയത്ത് നമുക്ക് പൊതിയാൻ ഒക്കെ നല്ല കംഫർട്ടാണ്. കുഞ്ഞിന് നല്ല ചൂട് കിട്ടും. ഇങ്ങനത്തത് പൂച്ച വെച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് കളറാണ്. പാറ്റേൺ പ്രിൻറ്റും വ്യത്യാസമാണ്. അങ്ങനെ ഇത് 3 നടത്തിൻ്റെ ഒരു കോംബോ ആയിരുന്നു. മസ്കിറ്റോ ബിറ്റ് ഇത് ഹോസ്പിറ്റലിലേക്ക് മാത്രമായിട്ടാണ് മേടിച്ചത്. ഞാൻ ഈ ഇതുപോലത്തെ നെറ്റ് മേടിച്ചിട്ടുണ്ട് വേറെ. നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റുന്ന റാപോലിരിക്കുന്ന മസ്കിറ്റോ നെറ്റാണ്. പക്ഷെ ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് അത്യാവശ്യം വലിപ്പമുള്ളതാണ്. നമുക്ക് ഇപ്പം മാത്രമല്ല, കുഞ്ഞിന് 1 വയസ്സ് 2 വയസ്സൊക്കെ ആവുന്ന സമയത്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല കട്ടിയുള്ള നല്ല കമ്പീൻ്റെ ഉള്ളതാണ്. നല്ല ഞാൻ ഇതാണ് ഫസ്റ്റ് മേടിച്ചത്. അപ്പം ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബെഡിൽ നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പം ഉള്ളതാണ്. ഇത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഞാൻ അതിന് വേണ്ടി ഒരു ചെറിയൊരെണ്ണം മേടിച്ചതാണിത്. ഇതിന് തണുങ്ങാനായിട്ടുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മസ്കിറ്റോ നെറ്റാണ്. ബെഡ് അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ സ്ലീവുള്ള ബട്ടൺസിൻ്റേത്. ഇതും 5-ൻ്റെ സെറ്റാണ്. പിന്നെ പല പല കളറുള്ള പ്രിൻ്റുള്ള ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ അതിൻ്റെ തന്നെ സെയിം കളേഴ്സുള്ള കുഞ്ഞ് ട്രൗസേഴ്സ് വരുന്നുണ്ട്. മസ്ലിൻ ക്ലോത്ത്, ടവൽ എന്നൊക്കെ പറയാം. ഞാനിത് 6 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു. നല്ല പ്രിൻ്റാണ്. ഇത് മൾട്ടി യൂസാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ വലിപ്പം. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് കുഞ്ഞിനെ പൊതിയുന്ന രീതിയിലും പറ്റും. നമുക്ക് ഇപ്പം ടവലായിട്ട് യൂസ് ചെയ്യാം, ടർക്കി ആയിട്ട് യൂസ് ചെയ്യാം, ബ്ലാങ്കറ്റായിട്ട് യൂസ് ചെയ്യാം. ഇത് മൾട്ടി യൂസ് ഉള്ള ഒരു സാധനമാണ്, ഒരു ക്ലോത്താണ്. അപ്പം നല്ല പ്രിൻ്റൊക്കെയാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമാണ്. അതിൻ്റെ പല പ്രിൻ്റുള്ളതാണ്. നല്ല പ്രിൻ്റുകൾ, നല്ല രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല രസമാണ് കാണാൻ. അങ്ങനെ 6 എണ്ണത്തിൻ്റെ ഒരു കോംബോ ആയിരുന്നു. ക്യാരി ബെഡ്, നല്ല രസമുള്ള നല്ല പ്രിൻ്റുള്ള ക്യാരി ബെഡ്. നല്ല സോഫ്റ്റ് ആകും. നമുക്കിങ്ങനെ ഈ പിള്ളേരെയൊക്കെ ആദ്യം എടുക്കാനുള്ള പേടിയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഇതിൽ കുഞ്ഞിനെ ഇങ്ങനെ വെച്ചിട്ട് കയ്യിലോട്ട് കൊടുത്തില്ല, കുഞ്ഞാവ് ഇങ്ങനെ അതിനകത്ത് ഇരുന്നു. സോഫ്റ്റാണ്. ഇതും കഴുകി ഉണക്കി വെച്ചതാണ്. അത് നേരത്തെ ഞാൻ മേടിച്ച് നല്ല വെയിലുള്ള സമയത്ത് നല്ലപോലെ കഴുകി വെയിൽ നല്ലപോലെ പൊള്ളിച്ച് എടുത്തതാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴത്തെ എല്ലാം സാധനങ്ങൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി അയൺ ചെയ്ത് വെക്കണമല്ലോ. നമ്മളെല്ലാം അങ്ങനെ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ജസ്റ്റ് ഇനി കൊണ്ടുപോയാൽ മതി. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ മേടിച്ചത് ഫീഡിങ് പില്ലോ. ഫീഡിങ് പില്ലോ അത്യാവശ്യം നല്ലതാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വീട്ടിൽ വന്നാലും നമുക്ക് ഇതുപോലെ കുഞ്ഞിന് പാൽ കൊടുക്കാനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പാൽ കൊടുക്കാനൊക്കെ അത്യാവശ്യം നല്ല ഇതാണ്, കംഫർട്ടാണ്. മേടിച്ചപ്പം ഇത്തരത്തെ സാധനങ്ങളാണ് ഞാൻ ബേബിക്ക് വേണ്ടി മേടിച്ചത്. ഈ കഴുകി ഉണക്കി വെച്ചത് കൊണ്ട് ഇനി ജസ്റ്റ് പാക്ക് ചെയ്ത് നമുക്ക് കൊണ്ടുപോയാൽ മതി. അത്യാവശ്യം എല്ലാം വീട്ടിലത്തെ സാധനങ്ങളാണ്. എല്ലാം മേടിച്ച് സെറ്റാക്കി വെച്ചിരുന്നു. ഇനി ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡേറ്റ് എടുത്തു. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.